വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ച ഹോട്ടൽ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പച്ചക്കറി മാർക്കറ്റിനുള്ളിലെ സിറ്റി ഹോട്ടലിനെതിരെയാണ് നടപടി സ്വീകരിച്ചത്. മലിനജലം ഒഴുകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹോട്ടലിലെ ശുചിത്വമില്ലായ്മ കണ്ടെത്തിയത്. മലിനജലം പൊതുനിരത്തിലേക്ക് ഒഴുക്കുന്നു എന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷന് സമീപമാണ് മലിനജലം റോഡിലേക്ക് പൈപ്പിലൂടെ ഒഴുക്കിയെത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവിടെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ ഹോട്ടലിൽ നിന്നുമാണ് ഇത്തരത്തിൽ മലിനജലം ഒഴുകിയെത്തുന്നതെന്ന് സംശയം ഉയർന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാര്യങ്ങൾ വ്യക്തമായതും. കൂടാതെ ഹോട്ടൽ പരിശോധന നടത്തിയതിൽ ഹോട്ടലിന്റെ കിച്ചൺ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വളരെ വൃത്തിഹീനമായി കണ്ടു. അപ്പോൾ ഇതേ ഹോട്ടലിന് നമ്മൾ മുമ്പ് ഒരു ദിവസം 2 ദിവസം അടപ്പിച്ചിടുകയും വേണ്ട ശുചീകരണ പ്രവർത്തനം നടത്തിയതിനു ശേഷം തുറന്നു കൊടുക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നഗരസഭയിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ശുചീകരണ സംവിധാനങ്ങൾ വളരെ മോശം നിലവാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഹോട്ടൽ നടത്താൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന കാലഘട്ടമാണ്. ഹോട്ടലിന്റെ അടുക്കളയുടെ പിൻഭാഗത്തു കൂടി മലിനജലം ഒഴുകുന്നുണ്ട്. ഇവിടെ നിന്ന് വലിയ തോതിൽ ദുർഗന്ധവും വമിക്കുകയാണ്. ഇതിനോടൊപ്പം തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കളയുടെ പ്രവർത്തനം. പഴകിയ എണ്ണയടക്കമാണ് ഉപയോഗിക്കുന്നതെന്നാണ് നിഗമനം. അതോടൊപ്പം പരിസരങ്ങൾ തീർത്തും വൃത്തിഹീനമാണ്. തുറസായ സ്ഥലങ്ങളിലാണ് മാവ് ഉൾപ്പെടെയുള്ളവ കുഴയ്ക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നശിപ്പിച്ചു. കൂടാതെ ഹോട്ടലിൽ ശുചീകരണം നടത്തി. പരിശോധന നടത്തിയ ശേഷം മാത്രമേ തുറക്കാവുന്ന നിർദ്ദേശം നൽകി സ്ഥാപനം അടപ്പിക്കുകയും ചെയ്തു. ഹോട്ടലിനെതിരെ കേരള മുനിസിപ്പൽ ആക്ട് 337 പ്രകാരമാണ് നടപടി സ്വീകരിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.